ചോദിക്കുമ്പോ വഴക്കാണ്. പിന്നെ ഞാൻ അയൽക്കൂടിന്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അതിലും പൈസ പിരിച്ചു വെക്കുന്നു, അതിലും പൈസ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടാ പോകുന്നത്. അയ്യോ, ഇതൊക്കെ പറഞ്ഞാണ് വഴക്ക് കൂടുതൽ. എന്തിനാ ഈ കാശ് എടുത്തോണ്ട് വന്ന് കുടിക്കാനാണ്? വന്ന് ബഹളം ഉണ്ടാക്കും. വലിയ വലിയ കുടിയൊന്നും അന്നൊന്നും ഞാൻ കുടിക്കുന്നത് കണ്ടപ്പോ ഈ ചേറിയുടെ ഇടയിലെ തന്റെ കയറ്റി വെക്കുകയുള്ളായിരുന്നു. അല്ലാതെ ഒന്നും കുഴപ്പമൊന്നുമില്ല. വീടി വലിയുണ്ട്. അത് ഒരേ കെട്ട് വീടി വാങ്ങിക്കും, കൊണ്ടുവരും, റൂമിലോട്ട് കൊണ്ടുപോകും, കുറെ വെള്ളവും എടുക്കും. അതും ഇരുന്ന് ഇങ്ങനെ വലിച്ചിട്ട് വെള്ളവും കുടിച്ചിട്ട് ആ റൂമിനകത്ത് ആരോടും മിണ്ടത്തുമില്ല. പഞ്ചായത്തിൽ നിന്ന് കാശ് കിട്ടിയത് അതെന്തിനാ? പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കാശ് എന്തിനാ വേണമെന്ന് പറഞ്ഞിട്ട് എന്തിനാ വഴക്കുണ്ടാക്കിയത്? ചുമ്മാ ഒരു വഴക്കുണ്ടാക്കുക. ഇവക്ക് പോണം ഇവിടുന്ന്. നമ്മളോട് താല്പര്യമില്ല. ചുമ്മാ ഇറങ്ങിപ്പോയല്ല മേഡം. ശാരീരികമായിട്ട് ഉപദ്രവിച്ച ശേഷമാണ് കൊണ്ട് ഇട്ടിരിക്കുക. ഇന്നലെ ഇവിടെ വന്നു കഴിച്ച് തലവേദന കൊണ്ടിരിക്കുക. ഒരു ശക്തി ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി. തലയ്ക്ക് ഉള്ളിലാണ് പിടിച്ചിട്ടിരിക്കുക. കുഞ്ഞുങ്ങൾ രണ്ടും കണ്ടുകൊണ്ട് ഇരിപ്പുണ്ട് എന്നെ പിടിച്ചിട്ട് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇറങ്ങി. എന്നെ കൊല്ലുമെന്ന് എനിക്ക് നല്ല ഇവിടെ പിടിച്ച് ഞെക്കി കണ്ണ് തെളിച്ച ശേഷം ഞാൻ കൈ കൊണ്ട് പിടിച്ച് ഉന്തിയിട്ട് ഇറങ്ങി ഓടി ശേഷം അടുത്തൊരു വീട്ടിൽ ചെന്നപ്പം അവിടെ വന്ന് പിടിച്ച് തലമുടിക്കലവിടെ പിടിച്ചിട്ട് ആ ഭിത്തി ഇട്ടിടിച്ച്. അന്നേരം നിങ്ങളെ ഉപദ്രവിച്ചു എന്ന് പറയാൻ അവർക്കൊരു കാരണമുണ്ട്. നിങ്ങൾക്ക് എന്താ കാരണമുണ്ട് അവരെ പറ്റി പറയാൻ? എന്തൊരു കാരണം പറ. കയറിച്ചിരിക്കുവാണ്. കയറിച്ചിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കുക. ഒരു 10-12 മണിയായി. എന്നിട്ട് ഞാൻ പറഞ്ഞു ടി വി നിർത്താൻ നമുക്ക് കിടക്കാന്ന് പറഞ്ഞു. അന്നേരം മുതലാ ഇവിടെ പറയുന്നത് പക്ഷേ എനിക്ക് നിന്റെ കൂടെ കിടക്കണ്ട. ചില സ്ത്രീകളൊക്കെ അങ്ങനെയൊക്കെ തോന്നും ചില സമയം. അതൊക്കെയാണ് ഒരു വലിയ കാര്യമായിട്ട് പറയുന്നത്. ഇവളങ്ങനെ ഇറങ്ങി ഓടുന്നേ. നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടല്ലേ രാധാകൃഷ്ണൻ ഇതൊക്കെ? നിങ്ങൾ വിളിക്കുമ്പോൾ ഒക്കെ ഒരു ഭർത്താവ് വിളിക്കുമ്പോൾ ഒക്കെ ഒരു പെണ്ണങ്ങ് വന്നേക്കണോ? ഭർത്താവാണെങ്കിൽ എന്താ എഴുതി വെച്ചിരിക്കുകയാണോ? അങ്ങനെയൊന്നല്ല. അവർക്ക് സ്ത്രീകൾക്കും അവർക്കും മനസ്സും അവർക്കും പല ഫീലിങ്സും ഒക്കെ ഉള്ളൊരു സ്ത്രീകളാണ് അവർ. രാധാകൃഷ്ണൻ പറയാം, അവർ കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ കുട്ടികൾ അവരുടെ കൂടെ നിന്ന് പഠിച്ചിട്ട് രാധാകൃഷ്ണന് അവധി ദിവസങ്ങളിൽ രാധാകൃഷ്ണന്റെ അടുത്തേക്ക് കുട്ടികൾ വന്നാൽ പോലെ. നിങ്ങൾക്ക് കുട്ടികളോട് സ്നേഹമുണ്ടെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛനാണെങ്കിലും പറഞ്ഞേക്ക ആ അമ്മൂമ്മയും ഒക്കെ അവരും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. അവർ സ്നേഹമില്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ രണ്ടുപേർക്കും മക്കളുടെ മേലെ അവകാശമുണ്ട്. പക്ഷെ മക്കൾ നന്നായിട്ട് ഭാവിയിൽ നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ അവരെ വളർത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിലാണ് മക്കൾക്ക് ഏറ്റവും സന്തോഷം. അതല്ല എങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് സ്കൂളിൽ എവിടെ ചേർക്കണം. അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതായിരിക്കും ചേട്ടനും അനിയനും നല്ലത്. പറയട്ടെ, അവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കുന്നതാണ് അവരുടെ സ്നേഹത്തിന് അവർക്ക് നല്ലത്. നിങ്ങൾ അവരെ പിരിക്കരുത്. അവർ സഹോദരങ്ങളാണ്. വല്ലപ്പോഴും കണ്ടാൽ പോരാ. അവർക്ക് ഓരോ ദിവസവും ചേട്ടനും അനിയനും തമ്മിൽ ആ സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കണം. രാധാകൃഷ്ണൻ കേക്കൂ. രാധാകൃഷ്ണൻ പറയട്ടെ. അല്ല രാധാകൃഷ്ണന് മദ്യപാനം നിർത്താൻ ഞാൻ ഇവളെ സ്നേഹിച്ച ഇവള് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ വെറുതെ പോവാതെ രാധാകൃഷ്ണൻ പറയുന്നത് തീരുമാനിച്ചതാ. ഇന്ന് രാധാകൃഷ്ണന് അതുപോലെ കേക്കൂ. ഞാൻ ഇവിടെ സ്നേഹിച്ചു ഒത്തിരി. രാധാകൃഷ്ണൻ ഒന്ന് കേക്കോ. ഞാൻ ഇത്രയും കടന്ന് സ്നേഹിക്കുന്നില്ല. ഞാൻ ഇവളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങൾ തെണ്ടാൻ പോകരുത്, അവർക്ക് എല്ലാം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ചിന്തക്കാരിയാണ് ഞാൻ കിടന്ന് അലഞ്ഞ പോലെ എൻ്റെ കുഞ്ഞുങ്ങൾ അലയാൻ പാടില്ലെന്ന് മാത്രം ചിന്തിച്ചവളാണ്. എന്ത് നല്ലതാവുന്നു എന്നും നിങ്ങൾ നല്ലതാന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞാൻ ആ വീട്ടിൽ വരും. വിളിക്കാതെ ഞാൻ വിളിക്കാതെ തന്നെ കഴിഞ്ഞ വേക്കൽ ഞാൻ വിളിക്കാതാന്നല്ല വന്നത്. കുറച്ച് നാള് നോക്കിയാലോ? നോക്കാം. അതെ, കുറച്ച് നാൾ രണ്ട് പിള്ളേർ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. അപ്പൊ കൂടെ കാണാൻ വരും. ഈ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കും. ഒക്കെ നിർത്തി എന്തൊക്കെ പറഞ്ഞത് അതൊക്കെ നിർത്തിയ ആ ദേഷ്യമൊക്കെ കുറയും. നിങ്ങൾക്കത് ദേഷ്യം കുറഞ്ഞു എന്ന് തോന്നിയാൽ മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ പോണ്ട. അത് മാറ്റും. നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് രാധാകൃഷ്ണന്. തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ മാറി നിങ്ങളെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് എല്ലാം അതാണ് ഇഷ്ടം. ഭയം, അവരുടെ ഉള്ളിൽ നിന്ന് ആ ഭയമൊക്കെ ഒന്നും മാറട്ടെ രാധാകൃഷ്ണ. അപ്പോൾ അവർ വരും സ്വാഭാവികമായിട്ടും. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് അവർ. നിങ്ങളെ പരസ്പരം സ്നേഹമുണ്ട്.